MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയായ ഒരു ഉണക്കച്ചെമ്മീൻ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1 കപ്പ് ഉണക്കച്ചെമ്മീൻ ഇട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് ക്ലീനാക്കി കഴുകിയെടുത്തതാണ്. ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരണം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചെമ്മീൻ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ഈ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അതുപോലെ 1/2 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞതും 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇതിപ്പോൾ വഴന്ന് ഇതിൻ്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണം. ഇനി 1/2 കപ്പ് വിനാഗിരി ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയുമൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചു വരണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കാം. വളരെ ടേസ്റ്റിയായ ഉണക്കച്ചെമ്മീൻ അച്ചാർ തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു എയർ ടൈറ്റ് ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാളിത് കേടാകാതെ ഇരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.